അതിരില്ലാത്ത അത്ഭുത കാഴ്ചകളും പരിധികളില്ലാത്ത ബോധ്യങ്ങളും നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം എന്ന മഹാസാഗരം ഇനിയും വിശദീകരണമില്ലാത്ത ഒരു സമസ്യ തന്നെയാണ്. മാനുഷികതയുടെ പരിമിതികളും മനുഷ്യന്റെ ചിന്താശേഷിയുടെ അതിരുകളും പ്രപഞ്ചമെന്ന ഈ മഹാവിസ്മയത്തിന്റെ ആഴത്തെ എക്കാലവും സുസ്ഥിരമായി നിലനിർത്തിയിരിക്കുന്നു. മനുഷ്യന്റെ ആത്മാവബോധത്തിൻ്റെയും ദൈവാവബോധത്തിൻ്റെയും ആഴം നിശ്ചയിക്കുന്നതും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചിന്തകളുടെ അനന്തത തന്നെയാണ്. നാം ആരാണ്, ദൈവം നമുക്കാരാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ആത്യന്തികമായി പ്രപഞ്ചത്തിലേക്ക് നീളുന്നു. ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് കണ്ണയയ്ക്കുമ്പോൾ നമുക്ക് മുന്നിൽ വിരിയുന്ന മഹാസൗന്ദര്യത്തിനും നമ്മുടെ ഉള്ളിൽ വിടരുന്ന വിസ്മയത്തിനും ദൈവം എന്ന മഹനീയ യാഥാർത്ഥ്യത്തിൻ്റെ നിഗൂഢ സൗന്ദര്യവുമായി സാമ്യമുണ്ട്. അതെ, പ്രപഞ്ചത്തിൻ്റെ പിന്നിലെ മഹാത്ഭുതങ്ങളിലൂടെ നാം തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ അനന്തശക്തിയെ തന്നെയാണ്. സഹസ്രാബ്ദങ്ങൾ നീണ്ട മാനവ ചരിത്രത്തിൽ പ്രപഞ്ചവിജ്ഞാനീയ സംബന്ധമായ തിരിച്ചറിവുകൾ വ്യക്തത കൈവരിച്ചിട്ട് ഏറെക്കാലമായിട്ടില്ല. അംഗീകരിക്കപ്പെട്ട വിവിധ സിദ്ധാന്തങ്ങളുടെ പിൻബലത്തിൽ പ്രപഞ്ച സത്യങ്ങളെ വിശദീകരിക്കുവാൻ മനുഷ്യന് സാധിച്ചത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളിൽ മാത്രമാണ്. എന്നാൽ മാനവ ചരിത്രം ആരംഭിച്ച പുരാതന കാലം മുതൽ അവൻ ഏറ്റവും അധികം ചിന്തിച്ചിരുന്നതും പഠിച്ചിരുന്നതുമായ ഒരു വിഷയമാണ് പ്രപഞ്ചം. എക്കാലവും ശാസ്ത്രീയ ഗവേഷകരും ചിന്തകരും ഒന്നുപോലെ പ്രപഞ്ചത്തെ പഠന വിഷയമാക്കുകയും ഏറെ തിരിച്ചറിവുകളിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യസങ്കല്പങ്ങൾക്കതീതമായ പ്രപഞ്ചത്തിൻ്റെ കൃത്യതയും അതിനുമപ്പുറമുള്ള നിഗൂഢതയുമാണ് ആദ്യകാലം മുതൽ ഇന്നോളവും പ്രപഞ്ച സംബന്ധിയായ അറിവുകളിലേക്ക് മനുഷ്യൻ ആകർഷിക്കപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ. പ്രപഞ്ചം മനുഷ്യന് മുന്നിൽ തുറന്നുവെക്കുന്ന അനന്തമായ ആകാശ കാഴ്ചകളുടെ അവർണ്ണനീയമായ സൗന്ദര്യം സകലരെയും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സജീവമായ ചിന്തകളിൽ നിലനിർത്താൻ പര്യാപ്തമാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ സത്യത്തിൽ എല്ലാം ക്രമബദ്ധമായിട്ട് പരസ്പര ബന്ധത്തിൽ ആണ്. ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഒരു ഐഡൻറ്റിറ്റി അല്ല, അതിൻ്റെ ഒരു അസ്തിത്വം അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് പാരസ്പര്യമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ്. ഇത്തരത്തിലുള്ള ഒരു പാരസ്പര്യത്തിൽ അതായത് ഒരു ഓർഡറുണ്ട്, ക്രമമുണ്ട്. ആ ക്രമത്തിലാണ് അതിൻ്റെ സൗന്ദര്യം. ക്രമം തെറ്റുമ്പോൾ സൗന്ദര്യം ഇല്ലാതാകുന്നു. അത് ഒരു മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചും അതാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ഘടകങ്ങളൊക്കെ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ക്രമനിമിത്തമാണ്. ക്രമം തെറ്റുമ്പോൾ ആണ് ആരോഗ്യം ഇല്ലാതാകുന്നത് അല്ലെങ്കിൽ അസുഖം ഉണ്ടാകുന്നത്. അത് അവൻ്റെ വൈകാരികമായിട്ട് ജീവിതത്തിലും വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ബന്ധങ്ങൾ തെറ്റുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ക്രമം തെറ്റുന്നു. നല്ല ബന്ധങ്ങൾ ഉള്ളിടത്ത് ഒരു ഹാർമണിയുണ്ട്, സമന്വയമുണ്ട്. അതിൽ ഒരു സംഗീതാത്മകത ഉണ്ട്, അതിലൊരു സൗന്ദര്യമുണ്ട്. പുറം കാഴ്ചകളിലെ വിസ്മയനീയമായ സൗന്ദര്യത്തിനും അതീതമാണ് പ്രപഞ്ചം നമുക്ക് മുന്നിൽ തുറന്നുവെക്കുന്ന നിഗൂഢത. പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട വിസ്മയ യാഥാർത്ഥ്യങ്ങളിലേക്കെല്ലാം മനുഷ്യനെ ഏറ്റവും കൂടുതൽ ചേർത്തു നിർത്തുന്ന പ്രധാന ഘടകവും ഈ നിഗൂഢത തന്നെയാണ്. ചില സിദ്ധാന്തങ്ങളും നിയമങ്ങളും കൊണ്ട് നാം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അറിയും തോറും ആഴം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമെന്ന മഹാസാഗരത്തിൻ്റെ അനന്തമായ ദൈർഘ്യവും ദിനംപ്രതി വർദ്ധമാനമാകുന്ന നിഗൂഢ സ്വഭാവവും മനുഷ്യനുള്ളിടത്തോളം കാലവും
വിശദീകരണങ്ങൾക്കതീതമായി തുടർന്നേക്കും. ആധുനിക ശാസ്ത്രത്തിലെ ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞനായി വിലയിരുത്തപ്പെടുന്ന ഐൻസ്റ്റൈൻ ഉൾപ്പെടെ അനവധി ശാസ്ത്രകാരന്മാർക്കും ചിന്തകർക്കും മുൻപിൽ പഠിച്ചവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു മഹാപാഠശാലയായിരുന്നു പ്രപഞ്ചം. അവരുടെ ചിന്തകൾക്കും നേട്ടങ്ങൾക്കും പിൻബലമായി മാറിയത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചില അടിസ്ഥാന ആശയങ്ങളാണ്. മനുഷ്യന്റെ ചിന്താശേഷിയെയും അവന്റെ കാഴ്ചപ്പാടുകളെയും പരിധികളില്ലാതെ വളർത്തുവാൻ പ്രപഞ്ചത്തിന് എന്നുമായിട്ടുണ്ട്. വിസ്തൃത ഭൗതിക ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റൈൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: The most wonderful experience that we can have is the experience of the mysterious എന്ന്. മനുഷ്യന് സാധ്യമായിട്ടുള്ളതിലെ ഏറ്റവും അത്ഭുതകരമായ അനുഭവം എന്ന് പറയുന്നത് രഹസ്യത്തിൻ്റെ അനുഭവമാ, നിഗൂഢാത്മകതയുടെ അനുഭവമാ എന്ന്. ഐൻസ്റ്റൈൻ ഇത് പറയുന്നതിനൊരു പശ്ചാത്തലവുമുണ്ട്. ഐൻസ്റ്റൈൻ ഏതാണ്ട് 2.5 വയസ്സായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിന് ഒരു ചെറിയ വടക്കുനോക്കി യന്ത്രം കൊടുത്തു അത്രേ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ആത്മകഥയിൽ ഈ സംഭവം അനുസ്മരിച്ചുകൊണ്ട് പറയുകയാ, ആ കോമ്പസ് എനിക്കൊരു അവബോധം തന്നു, എല്ലാ വസ്തുക്കളുടെയും പിന്നിൽ എന്തോ മറഞ്ഞിരിപ്പുണ്ട് എന്ന്. സർവ്വസാധാരണമായ എല്ലാറ്റിൻ്റെയും പിന്നിൽ നിഗൂഢമായ എന്തോ രഹസ്യം പതിയിരിപ്പുണ്ട്, ഒരു ഒപ്പേക്ക് ഡെപ്ത് ഓഫ് മിസ്റ്ററി എല്ലാത്തിൻ്റെയും പിന്നിൽ എന്ന് ഐൻസ്റ്റൈൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് തുടങ്ങിയ അത്ഭുതം ഞാൻ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനനത്തിലേക്ക് വഴിതിരിച്ചു വിട്ടുവെന്ന് അദ്ദേഹം പറയും. ഒരു മഹാകടങ്കഥ കണക്കെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനനം, അതാ എന്നിലെ ശാസ്ത്രജ്ഞനെയും തത്വചിന്തകനെയും ഒക്കെ ഉണർത്തിയത് എന്ന് ഐൻസ്റ്റൈൻ പറയുന്നത്. ആ 2.5 വയസ്സിൽ തുടങ്ങിയ അത്ഭുതമാ തൻ്റെ ശാസ്ത്ര സബരിയയുടെ മുഴുവനും അന്ത്യത്തിലും ഐൻസ്റ്റൈൻ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ തന്നെ അദ്ദേഹം ഇങ്ങനെ കുറിച്ചിട്ടിരിക്കുന്നത്: നമുക്ക് ലഭ്യമായതിലെ ഏറ്റവും അത്ഭുതകരമായ വികാരം എന്ന് പറയുന്നത് മിസ്റ്റീരിയസ് ആയതിനെക്കുറിച്ചുള്ള അനുഭവമാണ്, രഹസ്യാത്മകതയെക്കുറിച്ചുള്ള അനുഭവമാണ്. പ്രപഞ്ചം ഇന്നും വലിയൊരു രഹസ്യമായിട്ട് നിൽക്കുകയാണ് എന്ന്. കണ്ണും മനസ്സുമെത്താത്ത ദൂരത്തോളം തന്നെ അനന്തമായ സാധ്യതകളും മനുഷ്യന് മുന്നിൽ അവശേഷിപ്പിക്കുന്നുണ്ട് പ്രപഞ്ചമെന്ന യാഥാർത്ഥ്യം. ശാസ്ത്രത്തിൻ്റെ അറിവുകൾക്കൊപ്പം മാനവ നേട്ടങ്ങളും വളരുകയാണ്. എത്രമാത്രം വളരുവാൻ മനുഷ്യന് കഴിയും എന്ന ചോദ്യത്തെ അപ്രസക്തമാക്കും വിധം അനന്തമാണ് മനുഷ്യൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന കഴിവുകളും. പുറത്തേക്കുള്ള കാഴ്ചകൾ പോലെ തന്നെ മനുഷ്യൻ്റെ ആന്തരിക വ്യക്തിത്വത്തിൻ്റെ വിശാലതയും ദൈവികതയും അനന്തമാണെന്ന ചിന്തയും അനവധി തത്വചിന്തകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രപഞ്ചമെന്ന അതിവിശാല യാഥാർത്ഥ്യം മനുഷ്യൻ്റെ അന്തരംഗവും മറികടന്ന് മുന്നേറുകയാണത്രേ. ആധുനിക യുഗത്തിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ജർമ്മൻ തത്വചിന്തകൻ ഇമ്മാനുവൽ കാന്ത് ഇപ്രകാരം പറയുന്നു: Two things fill me with awe and wonder, the starry skies above me and the moral law within me. പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന സ്റ്റാർ, ഗാലക്സി, എർത്ത്, ഹോൾ പ്രപഞ്ചം, അത് നമ്മൾ നോക്കുമ്പോൾ പഴയ കാലത്തെ സാമിസ്റ്റ് പറയുന്നത് പോലെ നമുക്ക് വളരെയധികം വിസ്മയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ആരാണ് ഇത്രയും കോംപ്ലക്സായ, ഇത്രയും വലുതായ ഒരു ഭൂലോകത്തെ, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്? എങ്ങനെയാണ് അത് ഉണ്ടാക്കപ്പെട്ടത്? അതുപോലെ തന്നെ ഈ വലിയ ജജാൻറ്റിക് മോഡിലുള്ള ഭൂലോകവും നമ്മുടെ ഉള്ളിലുള്ള ധാർമ്മിക ബോധവും മനസാക്ഷി അല്ലെങ്കിൽ കോൺഷ്യൻസ്, അതും എങ്ങനെയുണ്ടായി? ആ 2 ഡയമെൻഷൻ, ദ ഇന്നർ ഡയമെൻഷൻ വിതിൻ
ആൻഡ് ദി ഔട്ടർ ഡയമെൻഷൻ റീച്ചിങ് ഔട്ട് ടു ദി അതർ. ഇത് രണ്ടും നമ്മൾക്ക് വിസ്മയം, അത്ഭുതം, കൗതുകം ഇതെല്ലാം പകരുന്നു. മനുഷ്യ നന്മയുടെ അനന്തത അവനിലെ ദൈവികതയെയാണ് പ്രതിനിധീകരിക്കുന്നത്. മനുഷ്യന്റെ മനസ്സും അവൻ്റെ ഭാവനയും ഏതോ വിധത്തിൽ പ്രപഞ്ചത്തിൻ്റെ അതിവിശാലതയുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പരിധികളില്ലാത്ത ആകാശത്തെ കീഴടക്കാൻ പരിധികളില്ലാത്ത ചിന്തകൾ കൊണ്ട് കഴിയുമെന്ന് തെളിയിച്ച അനേകം ചിന്തകർ ഇവിടെ ജീവിച്ചിരുന്നു. മനുഷ്യന്റെ ഭാവനയും അവൻ്റെ മനസ്സിൽ ഉദിക്കുന്ന ചിന്തകളും ഭൗതിക യാഥാർത്ഥ്യങ്ങളായ പ്രപഞ്ച സത്യങ്ങളുമായി ഇഴപിരിഞ്ഞ് കിടക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് മിസ്റ്റിക്കുകൾ കൂടിയായിരുന്ന അനവധി ശാസ്ത്രകാരന്മാരുടെ ദർശനങ്ങൾ. തങ്ങളുടെ ധ്യാനങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള ചിന്താധാരകൾ അവരുടെ ശാസ്ത്രീയ നേട്ടങ്ങളായും വിലയിരുത്തപ്പെട്ടവയാണ്. ഹിസ്റ്ററി സയൻസ് നമ്മൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ക്രിയേറ്റീവ് സയൻറ്റിസ്റ്റ് എല്ലാവരും മിസ്റ്റിക്സ് ആയിരുന്നു. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരംഭം നമുക്കറിയാവുന്ന പോലെ തുടങ്ങിയത് 1543 കൊപ്പർണിക്കസിൻ്റെ സമയത്തായിരുന്നു. കൊപ്പർണിക്കസിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുകയാണെങ്കിൽ മനസ്സിലാകും കൊപ്പർണിക്കസ് ഒരു മിസ്റ്റേക്കായിരുന്നു. അതുപോലെ തന്നെ യോഹാനസ് കെപ്ലർ ഈ അസ്ട്രോണമിയുടെ ഫൗണ്ടറായിട്ടാണ് കണക്കാക്കുന്നത്. മോഡേൺ അസ്ട്രോണമിയുടെ ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ ഫൗണ്ടറായിട്ടാണ് കണക്കാക്കുന്നത്. കെപ്ലറിൻ്റെ ആദ്യത്തെ പുസ്തകമാണ് മിസ്റ്റേറിയും കോസ്മോഗ്രാഫിക്കും. കോസ്മോഗ്രാഫിക് മിസ്റ്ററി. ഇവരെല്ലാവരും ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് എല്ലാവരും ഈ കോസ്മിക് മിസ്റ്ററി, കോസ്മിക് ബ്യൂട്ടി, കോസ്മിക് വണ്ടർമെൻറ്റ്, കോസ്മിക് അമേസ്മെൻറ്റ് അനുഭവിച്ച് മിസ്റ്റിക്കൽ ഫീലിംഗ്, മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് നടത്തിയവരാണ്. ആ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിൽ നിന്നുമാണ് അവരുടെ സയൻസ് ഉത്ഭവിച്ചതെന്നുമാണ് പറയാം. ഗുരുമുഖത്തു നിന്നോ മുൻഗാമികളിൽ നിന്നോ ഉത്തരം ലഭിക്കാത്ത ഗഹനമായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയുള്ള യാത്രകളാണ് ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്കുള്ള അടിസ്ഥാന കാരണങ്ങളായി മാറിയത്. മനുഷ്യ മനസ്സിലെ അടങ്ങാത്ത ജിജ്ഞാസയായിരുന്നു എല്ലാത്തിനും ആധാരം. ശാസ്ത്രമെന്നാൽ തത്വശാസ്ത്ര ദർശനങ്ങൾ കൂടിയാണ് എന്ന വാസ്തവം മുൻനിർത്തി സമീപിച്ചാൽ മനുഷ്യ മനസ്സിൽ ദൈവം നിക്ഷേപിച്ച അനന്തജ്ഞാനത്തിൻ്റെ സാന്നിധ്യം എക്കാലത്തെയും ശാസ്ത്രത്തിൽ കണ്ടെത്താൻ കഴിയും. പ്രത്യക്ഷത്തിൽ ശാസ്ത്രജ്ഞരല്ലാതിരുന്ന ഒരു വിഭാഗം ചിന്തകരും ശാസ്ത്രം സഞ്ചരിച്ചതിന് സമാനമായ വഴികളിലൂടെ സഞ്ചരിച്ചിരുന്നതായുള്ള കാഴ്ച അതിശയകരമാണ്. പ്ലേറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ 2000 വർഷം മുമ്പ് പറഞ്ഞു വണ്ടർ ഫിലോസഫിയുടെ ആരംഭമെന്ന്. അക്കാലത്തെ ഫിലോസഫി എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കാണുന്ന തത്വജ്ഞാനം മാത്രമല്ല, സയൻസും അക്കാലത്തെ ഫിസിക്കൽ ഫിലോസഫിക്കൽ വേൾഡിൽ പെടുന്നു. ആ വണ്ടർ, നമ്മളുടെ മനുഷ്യൻ്റെ ജിജ്ഞാസ, പുറത്തെന്താണ് സംഭവിക്കുന്നത്, അതെങ്ങനെ സംഭവിക്കുന്നു എന്നറിയുവാനുള്ള ജിജ്ഞാസയാണ്. അതാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് സയൻസ് പഠിക്കുന്നതിനും ലോകത്തിലുള്ളത് എന്താണ്, എങ്ങനെ നടക്കുന്നത് എന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്നതും. അതിലാണ് സയൻസിൻ്റെ ആരംഭം. അത് തന്നെയാണ് ഫിലോസഫിയുടെ ആരംഭം. സയൻറ്റിസ്റ്റ്, ഗവേഷകന്മാർ, തത്വചിന്തകർ അവർ ഒരു വഴി ഈ വിസ്മയത്തെ ആദരിച്ചുകൊണ്ട് ഈ വിസ്മയത്തെ കൂടുതൽ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ പോയറ്റ്സ്, ആർട്ടിസ്റ്റ്. ഈ ആർട്ടിസ്റ്റും പോയറ്റ്സും ഒരു പരിധിവരെ ഉള്ളിലെ നമ്മുടെ ലോകത്തെയും ബാഹ്യത്തിലുള്ള നമ്മുടെ ലോകത്തെയും കണ്ടുകൊണ്ട് ഈ പാരഡോക്സിക്കൽ നേച്ചറിനെ കണ്ട് വിസ്മയിക്കപ്പെടുന്നു. നമ്മളുടെ രഹസ്യമായും പരസ്യമായുമുള്ള ലോകത്തെ നോക്കി അവർക്ക് വേറൊരു ലോകം ഭാവന ചെയ്യുവാൻ സാധിക്കുന്നു. വെരി ഇമ്പോർട്ടൻ്റ് പുസ്തകത്തിൻ്റെ കാര്യം എൻ്റെ മനസ്സിൽ വരികയാണ്. ഇത് എഴുതിയ ആളുടെ പേരാണ് റെനി വീബർ. ആ പുസ്തകത്തിൻ്റെ പേര് സയൻറ്റിസ്റ്റ് ആൻഡ് സേജസ്. Sages means mystics, mystics like Mead, Griffiths and all these people are involved there. So what she did was, ഈ പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റിനെയും മിസ്റ്റിക്സിനെയും പോയി ഇൻ്റർവ്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അവരുടെ പാസേജസ് കൊടുക്കുന്നുണ്ട്. ആ പാസേജ് എല്ലാം വായിച്ചു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇവർ തമ്മിൽ. ഈ സേജസ് തമ്മിലും ഈ സയൻറ്റിസ്റ്റ് തമ്മിലും ക്രിയേറ്റീവ് മൂമെൻറ്റ് വരുമ്പോൾ വ്യത്യാസമില്ല.
ഈ എംപിരിക്കലി ലാബിൽ പോയി അതും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വ്യത്യാസം വരുമായിരിക്കും. പക്ഷേ അവരുടെ ക്ലൈമാക്സ് ഓഫ് ദെയർ സയൻറ്റിഫിക് തിങ്കിങ്, ക്രിയേറ്റീവ് സയൻറ്റിഫിക് തിങ്കിങ് വരുമ്പോഴത്തേക്കും യാതൊരു വ്യത്യാസവും വരുന്നില്ല. മിസ്റ്റിസിസം ഈസ് എ ഫണ്ടമെൻ്റൽ പാർട്ട് ഓഫ് സയൻറ്റിഫിക് തിങ്കിങ്, സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്, സയൻറ്റിഫിക് ഗ്രോത്ത്. പ്രപഞ്ചത്തിൻ്റെ അവർണ്ണനീയമായ അതിവിശാലതയ്ക്ക് ലാളിത്യത്തിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മെ വിസ്മയിപ്പിച്ചേക്കും. എല്ലാത്തിനും അടിസ്ഥാനമായ അതിസൂക്ഷ്മ കണികകളുടെ സ്വഭാവം തന്നെ ഈ പ്രപഞ്ചത്തിലെ മഹാഗോളങ്ങളിലും നാം ദർശിക്കുന്നു. അതിനാൽ വലുതിനെക്കുറിച്ച് പഠിക്കാനുള്ള അതേ ആവേശത്തോടെ ശാസ്ത്രം ചെറുകണികകളുടെ സൂക്ഷ്മ ലോകത്തെയും സമീപിക്കുന്നു. ഏറ്റവും ചെറുതിലും എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന ശാസ്ത്രത്തിൻ്റെ തിരിച്ചറിവാണ് ഇതിൻ്റെ അടിസ്ഥാനം. വില്യം ബ്ലേക്ക് എന്ന ആംഗലേയ കവി പാടിയിട്ടുണ്ടല്ലോ, ഒരു മണൽത്തരിയിൽ ഒരു വിശ്വം മുഴുവനെയും കാണാം, ഒരു ജലഗണികയിൽ ഒരു സ്വർഗം മുഴുവനെയും കാണാമെന്ന്. ഈ കാവ്യ അനുഭൂതിയും ഭാവനയും ഒക്കെ ഇന്ന് പ്രപഞ്ചവിജ്ഞാനീയത്തിൻ്റെ കൂടെ ഭാഷയായി മാറിയിരിക്കുകയല്ലേ എന്ന് സംശയിക്കണം. നമ്മൾ പലപ്പോഴും ഉദ്ധരിച്ചിട്ടുള്ള ഓസ്ട്രേലിയൻ ഭൗതിക ശാസ്ത്രജ്ഞൻ പോൾ ഡേവിസ് പറയും, ഈ പ്രപഞ്ചം മുഴുവനും ഒരൊറ്റ സൂത്രവാക്യത്തിലേക്ക് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്ന, അഥവാ ഈ പ്രപഞ്ചം മുഴുവനും H2O പോലെ ഒരു ജലകണികയാണ് എന്ന് നമ്മൾ പറയുന്ന സമയം അത്ര വിദൂരമല്ല എന്ന് പോലും. അതായത് എത്ര വലുതാണ് ഈ പ്രപഞ്ചം, എന്നാൽ ഈ വലിയ പ്രപഞ്ചത്തെ ഏറ്റവും ചെറുതായതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എത്ര വലുതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്? ഒരു സെക്കൻഡിൻ്റെ 10 കൊണ്ട് പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിക്ക് വലം വെക്കാം. ചന്ദ്രനിൽ പോയി വരാൻ 2 സെക്കൻഡ് മതി പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകാശത്തിൻ്റെ വേഗത വലിയൊരു വേഗതയാണ്. പക്ഷേ പ്രാപഞ്ചിക സ്കെയിൽ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രകാശത്തിന് പോലും ആമ നടക്കുന്ന വേഗതയേ ഉള്ളൂവെന്ന് പറയണം. ഈ പ്രപഞ്ചത്തിൻ്റെ മറുകരയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും 10,000 കോടി വർഷങ്ങളോളം എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗത അത്ര ഭയങ്കര ഒരു വേഗതയല്ല. കോസ്മിക് സ്കെയിലുകൾ വെച്ച് അളന്ന് നോക്കുമ്പോൾ അത്രമാത്രം ബൃഹത്താണ് നമ്മുടെ ഈ പ്രപഞ്ചമെന്നുള്ളതാണ്. ഈ മഹാപ്രപഞ്ചം ഒരു മഹാപ്രഹേളികയാണ്. അടുക്കുംതോറും കൂടുതൽ സങ്കീർണമായി അനുഭവപ്പെടുന്ന മഹാവിസ്മയം. ഇന്ന് ശാസ്ത്രത്തിന് മുന്നിലുള്ള ഏറ്റവും വലുതും ആഴമേറിയതുമായ പഠന വിഷയം കൂടിയാണ് അത്. വിവിധ രീതികളിൽ, വിവിധ തലങ്ങളിൽ എണ്ണമറ്റ ശാസ്ത്രജ്ഞർ പ്രപഞ്ചത്തിൻ്റെ സങ്കീർണതകൾക്ക് ഉത്തരം തേടി ഗവേഷണങ്ങളിൽ മുഴുകിയിരിക്കുന്നു. സ്ഥലകാലങ്ങളെക്കുറിച്ചുള്ള അവസാനിക്കാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തോളം പിന്നിലേക്ക് സഞ്ചരിക്കുവാൻ ശാസ്ത്രജ്ഞർ തയ്യാറെടുക്കുന്നു. ഇത്ര വലിയ ഈ പ്രപഞ്ചത്തെ മുഴുവനും നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും ചെറുതിനെ മനസ്സിലാക്കുകയാണ് എങ്കിൽ. ഭൗതികത്തിൻ്റെ നിയമമനുസരിച്ച് പ്ലാങ്ക് ലെങ്ത ഏറ്റവും സാധ്യമായതിലെ ഏറ്റവും ചെറിയ അളവെന്ന് പറയും. അത് 10⁻⁻35 എന്നൊക്കെ പറയും. 1 മുമ്പിൽ 35 പൂജ്യങ്ങളിട്ട സംഖ്യ. അത്രയും ചെറിയ വലിപ്പമുള്ള ഒരു പരമാണുവിനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചം മുഴുവനും എന്താണ് എന്ന് മനസ്സിലാക്കാമെന്നുള്ളതാണ്. അതിനെ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങ് സ്വിറ്റ്സർലൻഡിലെ സേണിൽ LHC പോലെയുള്ള സംവിധാനങ്ങൾ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് ഇപ്പോൾ ശാസ്ത്രം വികസിപ്പിച്ച് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ അറിയുക, പ്രപഞ്ചത്തെ അറിയുവാനുള്ള. കാരണം ചെറുതിലുണ്ട് ബ്രഹ്മാണ്ടം മുഴുവനും. ചെറുതിനെ അറിഞ്ഞാൽ പ്രപഞ്ചം മുഴുവനെയും അറിയാമെന്നുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് വില്യം ബ്ലേക്ക് പറയുന്നത് ഒരു മണൽത്തരയിലുണ്ട് ഒരു വിശ്വം മുഴുവനെന്ന്. ആയിരത്തി 376 കോടി വർഷങ്ങളായി പ്രപഞ്ചത്തിൻ്റെ പ്രായം എന്ന് നമ്മൾ പറയുന്നു. ഇനിയും എത്രയോ കോടാനുകോടി വർഷങ്ങൾ ഈ പ്രപഞ്ചം ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ചരിത്രം മുഴുവനും ഭാവിയും തന്നെ നമുക്ക് ഏതാണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ ഒരു സെക്കൻഡിൽ നടന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ് എങ്കിൽ. അതുകൊണ്ടാണ് ഒരു സെക്കൻഡിനെ തന്നെ അനേക കോടി ഭാഗങ്ങളായിട്ട് വിഭജിച്ച് ഏറ്റവും
ആരംഭത്തിലേക്ക് T ഈസ് ഈക്വൽ ടു 0, സമയം 0 ആയിരുന്ന ആബ്സല്യൂട്ട് ബിഗിനിങ്ങിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് ശാസ്ത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയം എന്ന് പറയുന്നതും വലിയ ഒരു പാരഡോക്സ് തന്നെയാണ് ഇന്ന് പ്രപഞ്ച വിജ്ഞാനീയത്തിൽ. ഇങ്ങനെ പ്രപഞ്ചത്തെപ്പറ്റി നമ്മളിൽ ശരിക്കും വിസ്മയം കൊള്ളിപ്പിക്കുന്ന ഒത്തിരി വിരോധാഭാസങ്ങൾ, രൂപകങ്ങൾ, രഹസ്യങ്ങൾ ഇന്ന് ശാസ്ത്രം നമ്മുടെ മുന്നിൽ വച്ചു തരുന്നു. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനത്തിൽ മനുഷ്യന് ലഭിച്ച ഏറ്റവും ആഴമുള്ള ഉൾക്കാഴ്ച മനുഷ്യന്റെ ആവാസ വ്യവസ്ഥ ഉൾപ്പെടുന്ന ഭൂമി എന്ന ഗ്രഹത്തിൻ്റെ നിസ്സാരത സംബന്ധിച്ചുള്ളതാണ്. നാം കൂടുതൽ സൂക്ഷ്മതയോടെ സമീപിക്കുകയും ഏറെ സങ്കീർണമായി പരിഗണിക്കുകയും ചെയ്യുന്ന ഈ ചുറ്റുപാടുകൾ എത്രമാത്രം ഇടുങ്ങിയതാണ് എന്ന ആ ബോധ്യം മാനവരാശിയുടെ പ്രപഞ്ച ദർശനത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ്. അവിടെ ശാസ്ത്രം താത്വികമായ ഭാഷയിൽ മനുഷ്യഹൃദയങ്ങളോട് സംവദിക്കുന്നു. ഭൂമിയെ ആദ്യമായിട്ട് ഒരു ഗോളമായിട്ട് കണ്ടത് അപ്പോളോ സ്പേസ് ക്രാഫ്റ്റിലെ ആസ്ട്രോനോട്ട്സ് ആയിരുന്നല്ലോ. ജെയിംസ് ഇർവിൻ അടക്കമുണ്ടായിരുന്ന ആസ്ട്രോനോട്ട്സ്. അവര് ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ തിരിഞ്ഞു നോക്കി ഭൂമിയെ. അപ്പോഴുണ്ട് അതിമനോഹരമായ ഒരു നീല ഗോളം പോലെ ഇത് കാണപ്പെടുകയാണ്. അതിനെപ്പറ്റി ഏതാണ്ട് കാവ്യസമാനമായ പ്രസ്താവനയായി ഇർവിൻ പറഞ്ഞിരിക്കുന്നത്. വിദൂരതയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മനോജ്ഞമായ ഈ നീലവർണ്ണത്തിലുള്ള ഗോളത്തെ കണ്ടിട്ട് എനിക്ക് യഥാർത്ഥത്തിൽ അത്ഭുതം തോന്നുകയാണ്. എത്ര ദുർബലമായത്, എത്ര ലോലവും മൃദുലവുമാണിത്. ചെറുതായി വന്ന് വളരെ നിർമ്മലവും നിഷ്കളങ്കവുമായ ഒരു മാർബിൾ ഫലകം പോലെ ഇത് കാണപ്പെടുകയാണ് എന്ന്. ഒന്ന് തൊടാൻ പോലും പേടി തോന്നും അത്രേ. ഒരു വിരൽ കൊണ്ടൊന്ന് തൊട്ടാൽ പോലും പൊടിഞ്ഞു പോകാൻ മാത്രമുള്ളോ നമ്മുടെ ഈ ഭൂമി എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. ഇതൊരു കാവ്യഭാവനയാണ്. നമ്മളിവിടെ ഭൂമിയെപ്പറ്റിയുള്ള അവരുടെ അനുസ്മരണം ഉദ്ധരിക്കുന്നത് ഇത് പ്രപഞ്ചത്തെപ്പറ്റി മുഴുവനും നമുക്ക് പറയാവുന്ന കാര്യമായിട്ടാണ്. ടെലസ്കോപ്പുകളിലൂടെ നമ്മൾ ഒരുപാട് വിദൂരതയിലേക്ക് നോക്കുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്നത് ഇതേ വികാരം തന്നെയാണ്. എത്ര സുന്ദരമാ, എത്ര ലോലമാ, എത്ര വലിയൊരു അത്ഭുതമാ ഈ പ്രപഞ്ചമെന്നുള്ള സംഗതി. ഈ കാഴ്ച തന്നെ നമുക്ക് ലഭിക്കുന്ന അറിവും കാഴ്ചകളും എല്ലാം നമ്മളെ വിസ്മയം കൊള്ളിക്കുവാൻ പോകുന്നതാണ്. എല്ലാ കാഴ്ചകളും ഉൾക്കാഴ്ചകളായി മാറണമെന്ന് കവികളൊക്കെ നമ്മളെ ആഹ്വാനം ചെയ്യുമല്ലോ. ശാസ്ത്രദൃഷ്ടിയ പ്രപഞ്ചത്തെ ഗഹനമായിട്ട് അപഗ്രഥിച്ച് വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ശാസ്ത്രം നൽകുന്ന വിജ്ഞാനത്തിൻ്റെ സീമകൾ, ഒത്തിരി ഉൾക്കാഴ്ചകളുടെ ആകാശങ്ങളും നമ്മുടെ മുന്നിൽ, നമ്മുടെ ഉള്ളിലും തുറന്നു തരുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാവട്ടെ. അങ്ങനെയാണ് നമ്മൾ പ്രപഞ്ചത്തിൽ നിന്നും പ്രപഞ്ചത്തിൻ്റെ ഉടയവനായതിലേക്കുള്ള അനുഭൂതിയിലേക്ക് നമ്മൾ വളരുക. കാഴ്ചകൾ ഉൾക്കാഴ്ചകളായി അപ്രകാരം പരിണമിപ്പിക്കപ്പെടുമ്പോൾ അങ്ങനെ നമ്മുടെ കാവ്യഭാവനയും ശാസ്ത്ര കൗതുകവും സൃഷ്ടിപരതയും എല്ലാം വിസ്മയം, അത്ഭുതം, സൗന്ദര്യം എന്നീ ബിന്ദുക്കളിൽ സമന്വയിക്കുന്നതിൻ്റെ അനുഭൂതിയിൽ നമുക്ക് പങ്കുപറ്റാൻ സാധിക്കുമെന്നുള്ളത് നിസ്സംശയം. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഈ പഠന പരമ്പര ഇവിടെ അവസാനിക്കുമ്പോഴും ഈ ആഴമേറിയ വിഷയം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ അനന്തമായി തുടരുകയാണ്. രാത്രിയുടെ നിശബ്ദതയിൽ ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് ദൃഷ്ടികൾ പായിച്ച് പ്രപഞ്ചത്തിൻ്റെ ക്യാൻവാസിൽ സൃഷ്ടാവായ ദൈവം വരച്ചു ചേർത്ത വിസ്മയ ദൃശ്യങ്ങളിലൂടെ നമുക്ക് തുടർന്നും സഞ്ചരിക്കാം. പ്രകൃതിയുടെ വർണ്ണവിസ്മയങ്ങളിലൂടെ അവിടുന്ന് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന രഹസ്യങ്ങൾക്കായി കാതോർക്കാം. ജീവിതത്തിൻ്റെയും ലോകത്തിൻ്റെയും പിന്നിലെ ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കുന്നതിനായി ഹൃദയം തുറക്കാം. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745901960.
നമുക്ക് ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാനും ഒരു പരിധിവരെ നിയന്ത്രിക്കാനും ഈ ക്രിസ്പർ കാസ്9 ടെക്നോളജി ഉപകാരപ്പെടുത്താമെന്നും ശാസ്ത്രജ്ഞർ അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. പ്യൂർ റിസർച്ച് ഫൗണ്ടേഷൻ ജീൻ എഡിറ്റിങ്ങിനെ പറ്റിയുള്ള സാമൂഹ്യ സംവേദനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അമേരിക്കയിൽ നടത്തിയ ഒരു സർവേയിൽ പറയുന്നത്, അഡൽട്ട് അമേരിക്കൻസിൽ 40% ആൾക്കാർ ഇത് നമ്മൾ ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സംശയാലുക്കളാണ്. 2015 സൺയാറ്റ്സൺ യൂണിവേഴ്സിറ്റിയിലെ ഹുവാങ് എന്ന ചൈനീസ് സയൻറ്റിസ്റ്റ് ബീറ്റ തലാസേമിയ എന്ന ഒരു മാരകമായ ബ്ലഡ് ഡിസോർഡർ മാറ്റുന്നതിനായിട്ട് ഹ്യൂമൻ എംബ്രിയോസിനെ എഡിറ്റ് ചെയ്യുകയുണ്ടായി.